ആലപ്പുഴ ജില്ലയുടെ താഴ്ന്ന പ്രദേശങ്ങളിൽ വെള്ളം കയറി. ഇന്നലെ രാത്രി 10 മണിയോടെയാണ് ഈ പ്രദേശങ്ങളിലെ വീടുകളിലേക്കും റോഡുകളിലേക്കുമൊക്കെ വെള്ളം കയറുന്നത്. മുട്ടാറാണ് ആലപ്പുഴ ജില്ലയിലെ ഏറ്റവും താഴ്ന്ന പ്രദേശമാണ്. ഏറ്റവും ആദ്യം ജില്ലയിൽ വെള്ളം കയറുന്ന പ്രദേശങ്ങളിൽ ഒന്നാണ്. ഈ പ്രദേശത്തെ വീടുകളിലേക്ക് ഇന്നലെ രാത്രിയോടുകൂടി വെള്ളം കയറി. ഇന്നലെ പകൽ സമയത്ത് പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ് നാട്ടുകാർ പറയുന്നത്. നിർത്താതെ പെയ്ത മഴ, തോരാ മഴയിലാണ് രാത്രി 10 മണിയോടെ വീടുകളിലേക്ക് അപ്രതീക്ഷിതമായി വെള്ളം കയറുകയായിരുന്നു. ഇപ്പോഴും വീടുകളിൽ ആളുകളുണ്ട്. മിക്ക വീടുകളിലും ഗൃഹോപകരണങ്ങളടക്കം നശിച്ചിട്ടുണ്ട്. താഴത്തെ നിലയിൽ വെള്ളം കയറി. മിക്ക വീടുകളിലും ടെറസുകളിലും മുകളിലത്തെ നിലയിലുമൊക്കെയാണ് ആളുകൾ അഭയം പ്രാപിച്ചിരിക്കുന്നത്. ഇനി ബന്ധു വീടുകളിലേക്കും മറ്റും വള്ളത്തിൽ സുരക്ഷിത സ്ഥാനങ്ങളിലേക്ക് എത്തിയ ശേഷം അവിടെ നിന്നും വാഹനമാർഗ്ഗം ബന്ധു വീടുകളിലേക്കുമൊക്കെ ഈ പ്രദേശത്തെ ആളുകൾ മാറുന്നു. ദുരിതാശ്വാസ ക്യാമ്പുകൾ അടിയന്തരമായി തുറക്കുന്നുണ്ട് എന്നുള്ളതാണ് ജില്ലാ ഭരണകൂടം അറിയിക്കുന്നത്. വീടുകൾ, കടകൾ ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിലേക്ക്, കടകമ്പോളങ്ങൾ ഈ ഭാഗത്ത് ഉള്ളതാണ്. ചെറിയ ഹോട്ടലുകൾ, കടകൾ ഒക്കെയുള്ള പ്രദേശം കൂടിയാണ്. അങ്ങനെയുള്ള സ്ഥലങ്ങളിലേക്കൊക്കെ വെള്ളം കയറിയിരിക്കുന്നു എന്നുള്ളതാണ്. വലിയ ദുരിതം ഉണ്ടാകുന്നു എന്നുള്ളതാണ് ജനങ്ങൾ പറയുന്ന കാര്യം. നിർത്താതെ പെയ്ത മഴ, കുറഞ്ഞ സമയത്ത് ഇന്നലെ പകൽ സമയത്ത് വലിയ രീതിയിൽ മഴ ഈ പ്രദേശത്ത് ലഭിച്ചു എന്നുള്ളതാണ് നാട്ടുകാർ പറയുന്നത്. അതുകൊണ്ട് തന്നെയാണ് വളരെ വേഗത്തിൽ തന്നെ വീടുകളിലേക്ക് വെള്ളം കയറിയത്. ഇന്നലെ പകൽ സമയത്തെ സാഹചര്യം അവർ വിലയിരുത്തുമ്പോൾ വീടുകളിലേക്ക് വെള്ളം കയറാനുള്ള ഒരു സാധ്യത ഇല്ലായിരുന്നു. പക്ഷേ പെട്ടെന്ന് രാത്രിയോടുകൂടി വെള്ളം കയറുമായിരുന്നു. അതുകൊണ്ട് തന്നെ മുൻകരുതലുകളൊന്നും എടുക്കാൻ സാധിച്ചില്ല. വീടുകൾ ഒഴിഞ്ഞു പോകാനൊന്നും സാധിച്ചിട്ടില്ല എന്നുള്ളതാണ് നാട്ടുകാർ പറയുന്ന കാര്യം. എന്തായാലും ആശങ്കപ്പെടുത്തുന്ന ഒരു സാഹചര്യം. ഇപ്പോഴിവിടെ മഴ ഉണ്ട്, മഴക്കോളുണ്ട്, മേഘാവൃതമാണ് അന്തരീക്ഷം. അതുകൊണ്ടൊക്കെ തന്നെ ഇനിയുള്ള മണിക്കൂറുകളിൽ മഴ ഉണ്ടാവുകയാണെങ്കിൽ ആശങ്കപ്പെടുത്തുന്ന ഒരു സാഹചര്യം ഉണ്ട് എന്നുള്ളതും നാട്ടുകാർ പറയുന്നുണ്ട്. എന്താണ് ഇവിടുത്തെ അവസ്ഥ? വളരെ മോശമാണ് സ്ഥിതി. ഇന്നലെ ശാലം പോലും ഇല്ലായിരുന്നു. ഇന്ന് മുട്ടരവന്ന് മേളിൽ വെള്ളം, കടക്കകത്ത് വെള്ളം. വളരെ പെട്ടെന്ന് മഴ പെയ്യുകയായിരുന്നു അല്ലേ? നിർത്താതെ മഴ പെയ്യും, കിടക്കത്തെ വെള്ളം, കിഴക്കൻ വെള്ളം വന്നാണ് ഇത്രയും വരാൻ കാര്യം. ഒറ്റ രാത്രി കൊണ്ട് ഇത്ര മുങ്ങി. ഈ വീടുകളിലൊക്കെ ആളുകളുണ്ടോ, അതോ മറ്റു വീടുകളിലേക്കോ ദുരിതാശ്വാസ ക്യാമ്പുകളിലേക്ക് മാറിയിട്ടുണ്ട്. എന്നാലും ബാക്കി കയറത്തില്ല, വെള്ളം കയറാത്ത വീടുകളുണ്ടോ. പെട്ടെന്നായതുകൊണ്ട് മുൻകരുതൽ എടുക്കാൻ പറ്റില്ല. എങ്ങനെയാണ് നിങ്ങളുടെ വീടുകളിൽ വെള്ളം? ഇല്ല, വെള്ളം വീട്ടിൽ കയറിയിട്ടില്ല. സാധന സാമഗ്രികൾക്ക് എന്തെങ്കിലും എല്ലാം പൊക്കി വെക്കുക. അത് അമ്പലമാണ്, അത് പഞ്ചായത്ത് ഓഫീസാണ്. റോഡിലാണ് വെള്ളമുള്ളത്. അപ്പോൾ തോണി ഉപയോഗിച്ചുകൊണ്ട് ആളുകളെ ഇനിയിപ്പോൾ ഒരടി വെള്ളം കൂടെ വരും. ഒരടി വെള്ളം കൂടെ വരാൻ സാധ്യതയുണ്ട്. കിഴക്കുന്നുള്ള വെള്ളം വരണം. ഒപ്പം തന്നെ മഴക്കോളും ഉണ്ട്. ഇവിടെ ഒരു ഹോട്ടൽ സ്ഥിതി ചെയ്യുന്നു. തൊട്ടപ്പുറത്ത് പഞ്ചായത്ത് ഓഫീസ്, അമ്പലമുണ്ട്, ക്ഷേത്രമുണ്ട്. അങ്ങനെ ഉള്ള സ്ഥാപനങ്ങളിലടക്കം വെള്ളം കയറിയിരിക്കുന്നു. ഹോട്ടലിനുള്ളിലേക്ക് വെള്ളം കയറിയിട്ടുണ്ട്. സാധന സാമഗ്രികളെല്ലാം ഇപ്പോൾ ഉയർത്തിവെച്ച് സുരക്ഷിതമായി മാറ്റുന്നതിനുള്ള, സാധന സാമഗ്രികൾക്ക് കേടുപാടുകൾ സംഭവിക്കാത്ത രീതിയിൽ സുരക്ഷിതമായി മാറ്റിവെച്ചിരിക്കുന്നു. അങ്ങനെ ജനജീവിതത്തെ ബാധിക്കുന്ന വിധത്തിലേക്ക് ഇവിടുത്തെ വെള്ളപ്പൊക്കം മാറിയിരിക്കുന്നു എന്നുള്ളതാണ്. എന്തായാലും ഇപ്പോൾ റോഡിലൂടെ തോണിയിൽ സുരക്ഷിത സ്ഥലങ്ങളിലേക്ക്, വീടുകളിൽ നിന്നും മറ്റുമുള്ള സാധന സാമഗ്രികളും മാറ്റാൻ പറ്റുന്ന സാധനങ്ങളും ഒപ്പം തന്നെ ആളുകളെയും എല്ലാം തോണിയിൽ റോഡിലൂടെ തന്നെ സുരക്ഷിത സ്ഥാനത്തേക്ക് എത്തിക്കുന്നു. വാഹനം എത്തുന്ന സ്ഥലത്തേക്ക് എത്തിക്കുന്നു. അതിനുശേഷം വാഹനത്തിൽ ആളുകളെ ഇവിടെ നിന്ന് മാറ്റി ബന്ധു വീടുകളിലേക്കും മറ്റും ആക്കുകയാണ്. ദുരിതാശ്വാസ ക്യാമ്പുകൾ ഏത് സമയത്തും തുറക്കുന്നതിനുള്ള സജ്ജമാക്കിയിട്ടുണ്ട് എന്നുള്ളതാണ് ജില്ലാ ഭരണകൂടം അറിയിക്കുന്നത്. ദുരിതാശ്വാസ ക്യാമ്പുകൾ 6 ആലപ്പുഴ ജില്ലയിൽ ഇതിനോടകം തുറന്നിരിക്കുന്നത്. ഒപ്പം തന്നെ ചെങ്ങന്നൂർ അടക്കമുള്ള മേഖലകളിലും വെള്ളപ്പൊക്ക ഭീഷണി നിലനിൽക്കുന്നുണ്ട്. 2018 പ്രളയമൊക്കെ ഓർമ്മയുള്ളതാണ്. ചെങ്ങന്നൂരാണ് ഏറ്റവും കൂടുതൽ വെള്ളപ്പൊക്കം ബാധിച്ച ഒരു പ്രദേശം. അതുകൊണ്ട് തന്നെ NDRF സംഘം ചെങ്ങന്നൂരിൽ ക്യാമ്പ് ചെയ്യുന്നുണ്ട്. മുൻകരുതലുകൾ സ്വീകരിച്ചിട്ടുണ്ട്, എല്ലാ തരത്തിലുള്ള മുൻകരുതലുകൾ സ്വീകരിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് ജില്ലാ ഭരണകൂടം വ്യക്തമാക്കുന്നത്. ഒപ്പം അമ്പലപ്പുഴ, ആറാട്ടുപുഴ, തൃക്കുന്നപ്പുഴ തുടങ്ങിയ മേഖലകളിൽ കടൽക്ഷോഭ ഭീഷണിയും നിലനിൽക്കുന്നുണ്ട്. ഈ പ്രദേശങ്ങളൊക്കെ ആളുകളെ മാറ്റിപ്പാർപ്പിക്കുന്നതിനുള്ള അടിയന്തര നടപടികൾ സ്വീകരിച്ചിട്ടുണ്ട് എന്നും ജില്ലാ ഭരണകൂടം അറിയിക്കുന്നു. എന്തായാലും വെള്ളക്കെട്ട് ഇവിടെ രൂക്ഷമാണ്. മഴ ഉണ്ടാകും എന്നുള്ള സൂചന നൽകിയ അന്തരീക്ഷം മേഘാവൃതമാണ്. രാവിലെയും മഴ പെയ്തു. രാവിലെ 7 മണിക്ക് ശേഷമുള്ള സമയത്തും ഈ ഭാഗങ്ങളിൽ കനത്ത മഴ പെയ്തിരുന്നു. അതുകൊണ്ട് തന്നെയാണ് ഈ പ്രദേശത്തുള്ള ആളുകൾക്ക് ആശങ്കപ്പെടുത്തുന്ന ഒരു സാഹചര്യമുള്ളത്. ഇനി മഴ പെയ്തു കഴിഞ്ഞാൽ ഇപ്പോൾ ഉള്ളതിനേക്കാളും കൂടുതൽ വെള്ളം ഉണ്ടാകും. ഇവിടെ വെള്ളപ്പൊക്കം ഉണ്ടാകും. വീടുകളിലേക്കടക്കം ഇനി കൂടുതൽ വീടുകളിലേക്ക്, ഈ സമീപ പ്രദേശത്തുള്ള കൂടുതൽ വീടുകളിലേക്ക് വെള്ളം കയറും എന്നുള്ള ഒരു ആശങ്കപ്പെടുത്തുന്ന സാഹചര്യമൊക്കെയാണ് ആളുകൾ പങ്കുവെക്കുന്നത്. എന്തായാലും പരമാവധി ആളുകൾ ഇപ്പോൾ ഇവിടെ നിന്ന് ഒഴിഞ്ഞു പോകുന്നു, ബന്ധുവീടുകളിലേക്ക് മറ്റും മാറുന്നുണ്ട്. ഇപ്പോൾ എൻ്റെ ഇത്രയും ഭാഗത്ത് വെള്ളത്തിലാണ് ഞാൻ നിൽക്കുന്നത്. ഇനിയുള്ള ഒരു മണിക്കൂറുകളിലും മഴ സംഭവിച്ചാൽ ഒരുപക്ഷെ ഈ റോഡ് മുഴുവൻ വലിയ രീതിയിൽ വെള്ളപ്പൊക്കം ഉണ്ടാകും. ആശങ്കപ്പെടുന്ന സ്ഥിതിവിശേഷം തന്നെ നിലനിൽക്കുന്നു എന്നുള്ളതാണ് നാട്ടുകാർ പറയുന്നത്. ക്യാമറമാൻ ഹരികൃഷ്ണൻ ഹരിപ്പാടിനൊപ്പം മിഥുൻ മുരളി, ജനം.